ഹലോ നമസ്കാരം. ഞാൻ നിൽക്കുന്നത് മമ്മിയൂർ സെൻറ്ററിനടുത്തുള്ള കൊണ്ടാരം വളപ്പിൽ എന്ന കുടുംബക്ഷേത്രത്തിലാണ്. ഇവിടെ നിന്ന് അഷ്ടനാഗക്കളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ കളമ്പാട്ട് ആരംഭിക്കുന്നത് 17/4/2024 മുതലാണ്. ആദ്യത്തെ ദിവസം അഷ്ടനാഗക്കളാണ്. അത് കഴിഞ്ഞ് 18, 19 കളമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ 20, 21 കളുണ്ട്. പിന്നെ അവരുടെ ഉത്സവം അങ്ങനെയാണ്. 20-ാം തീയതി ഇവിടെ കളുണ്ട്. രാത്രി മുത്തപ്പനും വിഷ്ണുമായ്ക്കാണ് 20-ാം തീയതി കളം. അത് കഴിഞ്ഞിട്ട് 21-ാം തീയതി ഞായറാഴ്ച ഹനുമാൻ സ്വാമിക്കും ഭൈരവനുമാണ് കളം. ഈ അമ്പലം എന്ന് പറയുന്നത് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് വരുമ്പോൾ മമ്മിയൂർ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ്, അതായത് നമ്മൾ വടക്കേക്കാട് പോണ റൂട്ടിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മമ്മിയൂർ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ബോർഡൊക്കെ കാണാം. കൊണ്ടാരം വളപ്പിൽ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. നമ്മൾ അമ്പലത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു പാമ്പൻകാവ് കാണാം. പിന്നെ കുറച്ചും കൂടി മുന്നിലേക്ക് വരുമ്പോൾ ഉള്ള ഭാഗത്താണ് ഇവിടെ നാഗക്കളം വരച്ചത് കണ്ടില്ലേ, അതാണ് സ്ഥലം. ഞാൻ ആദ്യമായിട്ട് ഈ അമ്പലത്തിലേക്ക് വരുമ്പോൾ അതൊരു 2 വർഷം മുന്നെയാണ്. കഴിഞ്ഞ വർഷം ഇവിടെ കളം ഉണ്ടായില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ഉത്സവം ഉണ്ടായിരുന്നു, കളം ഉണ്ടായില്ല. അപ്പോൾ 2 വർഷം മുന്നേ ഞാനിങ്ങനെ ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കി. അപ്പോൾ അവിടെ കളം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ വീട്ടിൽ പോയി മോളേനും കൊണ്ടുവന്നു. മോൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ മോളേനും കൂട്ടി വന്നിട്ട് ഞാൻ കളം കണ്ടു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വൈഫിനായിട്ട് വന്നു. ഇവിടെ കളം കണ്ടു. ഇവിടെ വന്ന് ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു. നല്ല എന്താ പറയുക, വളരെയധികം പോസിറ്റീവ് എനർജി ഉള്ളൊരു അമ്പലമാണ്. നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഉത്സവവും കളമൊക്കെ ആയിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല സുന്ദരമായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദേവി കുറച്ചും കൂടി ഉയരത്തിൽ നിൽക്കണ രീതിയിലുള്ളൊരു പ്രതിഷ്ഠയാണ് ഇവിടെ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എൻ്റെ അമ്പലത്തിലും ഞാൻ എൻ്റെ ചുറ്റുഭാഗത്തും ഞാൻ കളം വീഡിയോ എടുക്കാൻ പോയവർക്കൊക്കെ കാണാത്തൊരു കാഴ്ച എന്ന് വെച്ചാൽ ഈ അമ്പലത്തിൽ 2 സ്ഥലങ്ങളിലായിട്ട് നാഗക്കാവ് ഞാൻ കണ്ടു. അമ്പലത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇടത്ത് ഭാഗത്തും പിന്നെ ക്ഷേത്രത്തിനുള്ളിലൂടെ കടന്നു ചെന്ന് ഹനുമാൻ സ്വാമി മീത ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തായിട്ട് അവിടെയും ഒരു നാഗക്കാവ് കണ്ടു. എല്ലാ അമ്പലത്തിലും പോലെ ഇവിടെയും നാഗക്കളത്തിനെ എഴുന്നള്ളിപ്പിനെ നാഗക്കാവിൽ പോയിട്ട് പിന്നെ ഓരോ ദൈവങ്ങളുടെ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കലും താലം വയ്ക്കലും കോമരങ്ങളും എല്ലാവരും താലെടുത്തവരൊക്കെ പൂട്ട് തൊഴലും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇപ്പോൾ ഞാനും വൈഫും മോളും കൂട്ടാണ് കളം കാണാൻ വന്നിട്ടുണ്ടാകുന്നത്. എല്ലാവർക്കും എനിക്കായാലും വൈഫിനായാലും മോൾക്കായാലും ഇതൊക്കെ നല്ല താല്പര്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ വന്ന് എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ അമ്പലത്തിൻ്റെ പിറകിലുള്ള നാഗക്കാവാണ്. അത്യാവശ്യം വലിയ കാവ് തന്നെയാണ് കേട്ടോ. ആ കാവാണ് കാണുന്നത്. ആ കാവിൻ്റെ ചുറ്റും കാവിൻ്റെ അടുത്തേക്ക് ഹനുമാൻ സ്വാമിയുടെ ഇതിനോട് വലം വെച്ച് അവർ കാവിൻ്റെ അടുത്തേക്ക് വരികയാണ്. പിന്നെ എല്ലാ അമ്പലത്തിനും പിന്നെ കാവിൻ്റെ ഉള്ളിൽ പോയിട്ട് 2 എത്ര കോമരങ്ങളും പിന്നെ അതേപോലെ തന്നെ പുള്ളുവനും ഉള്ളിൽ കയറും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പുറത്ത് നിൽക്കും. എല്ലാവരും മറ്റുള്ളവരൊക്കെ പുറത്ത് നിന്നിട്ട് പൂവിട്ടിട്ട് തൊഴും. കോമരങ്ങളും അതേപോലെ തന്നെ പുള്ളുവൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ ചെറിയൊരു പൂജയൊക്കെ ഉണ്ട്, ചെറിയ പൂജ പോലെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യും. ഇതാണ് ക്ഷേത്രത്തിൻ്റെ അകത്ത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല സുന്ദരമായ രീതിയിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് നല്ലൊരു അമ്പലമാണ്. നല്ല പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ കളം എനിക്ക് മിസ്സായോ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് 2 ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു 2 വർഷം മുന്നേ. അപ്പോൾ അവർക്ക് എന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ട് അപ്പോൾ അവരെന്നോട് ചോദിച്ചു, കണ്ടിട്ട് കുറച്ച് നാളായാലും കഴിഞ്ഞ വർഷം വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം കളത്തിൻ്റെ ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെയാണ് എന്നോട് പറഞ്ഞത് കളം ഉണ്ടായില്ല, ഉത്സവം മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇതാ കാണുന്നില്ലേ പൂജയാണ് നടക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ ബാക്കിലുള്ള കാവിലെ പൂജയാണ്. കോമരങ്ങൾ ഉള്ളിലുണ്ട്. പിന്നെ അത് പോരാണ്ട് പുറത്തെല്ലാവരും കാലെടുത്തവരും തൊഴുണ്ട്. ഇതാ നല്ല രസമായിട്ട് നല്ല അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ള നല്ല സുന്ദരമായ കാവാണ്. അപ്പോൾ കാവിലത്തെ പൂജയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും കാത്തുനിൽക്കുകയാണ് പ്രാർത്ഥിച്ചിട്ട്. ഇപ്പോൾ കളം ഫുള്ള് തുള്ളണതും വീഡിയോ ഒന്നും സാധാരണ നാഗക്കളത്തിൻ്റെ വീഡിയോ എടുക്കാറില്ല. മറ്റുള്ള കളങ്ങളുടെ വീഡിയോ ആണ് എടുക്കാറ്. അത് ചിലവർ എടുക്കാൻ പറയും, ചിലപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് ഇടണ്ടെന്ന് പറയും. ചില സ്ഥലത്ത് അവരെന്തായാലും ചുള്ളിയിലെ അമ്പലത്തിലൊക്കെ എന്തായാലും വരണമെന്ന് പറഞ്ഞു. പോയി വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരെന്നെ വന്നിട്ട് അതിൻ്റെ ചരിത്രവും കാര്യങ്ങളും പറഞ്ഞു തന്നു. നമ്മളത് വീഡിയോ എടുത്ത് ചെയ്തതാണ്. കാവിൽ തൊഴുതവർ ഇറങ്ങുകയാണ്. ഈ കളത്തിൻ്റെ ഇടയ്ക്ക് വരികയാണ്. ഇനിയിപ്പോൾ 20-ാം തീയതി 21-ാം തീയതി കളുണ്ട്. പറ്റുമെങ്കിൽ പോയിട്ട് വീഡിയോ എടുക്കണം. ഇതിലിപ്പോൾ 20-ാം തീയതി എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ്. അതിന് 21-ാം തീയതി എൻ്റെ അമ്പലത്തെ പ്രതിഷ്ഠാദിനാണ്. അപ്പോൾ അത് എങ്ങനെ പറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. രാത്രിയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു കളത്തിൻ്റെ വീഡിയോസ് ഇങ്ങനെ എഴുന്നള്ളിപ്പെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ അത് ആയുധങ്ങളായിട്ട് കോമരങ്ങളും
പിന്നെ ആയുധങ്ങൾ എഴുതിയിട്ടുള്ളതും നടക്കുന്നുണ്ട്. ഈ എഴുന്നള്ളിപ്പ് കളത്തിൻ്റെ ചുറ്റും വട്ടം വെച്ച് ആദ്യം കളത്തിൻ്റെ ചുറ്റും തുടങ്ങിയിട്ട് പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് കയറി ഓരോ പ്രതിഷ്ഠയുടെ അടുത്ത് നിന്ന് തൊഴുത് താലത്തിലുള്ള ഒരു പൂവിട്ട് കോമനങ്ങളും പൂവിട്ട് തൊഴുത് പിന്നെ അമ്പലത്തിൻ്റെ പിറകെ ഹനുമാൻസ്വാമിയുടെ അവിടേക്ക് കാവിക്ക് പോയി അതിൻ്റെ അടുത്ത് തന്നെ നാഗക്കാവുണ്ട്, അവിടെയും തൊഴുത് ഇനി ഇവർ ചുറ്റിട്ട് വരികയാണ്. ഈ ചുറ്റിട്ട് വന്നിട്ട് ഇവർ പുറത്തുള്ള നാഗക്കാവിക്കാവും പോകുന്നുണ്ടാവും. ആ നാഗക്കാവി തൊഴുതിട്ട് പിന്നെ കളത്തിൻ്റെ ചുറ്റും താലങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ട് ഇതാണ് സാധാരണ എല്ലായിടത്തും കാണാറ്. അപ്പോൾ ബാക്കി വീഡിയോ എല്ലാവർക്കും നേരിട്ട് കാണാം. പാലക്കാരൊക്കെ പ്രദക്ഷിണായിട്ടൊന്നും അങ്ങനെ വന്ന് താഴെടുത്തോടത്തന്നെ വയ്ക്കാം. എല്ലാവരും താഴെടുത്ത പാലം പ്രദക്ഷിണായിട്ട് കൊണ്ടുവരാം. പ്രദക്ഷിണായിട്ട് പുസ്തകത്തിൽ വയ്ക്കാം. ഇത് കാലത്ത് പുസ്തകത്തിൽ തൊഴാം.
പറയുന്നില്ല എവിടെ രവി രവി പറയുന്നില്ല എവിടെ अभी അങ്ങോട്ട് അപ്പൊ ആയിക്കോട്ടെ